ഹായ് ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോയിട്ട് വന്നാലോ? നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസോ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ പിക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ വൈഫും കൊച്ചും ഉണ്ട്, പക്ഷെ അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരതിൻ്റെ ചെറിയൊരു ദേഷ്യത്തിലാണ്. എനിവേ വഴിയെ പറയാം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് കേട്ടോ. രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു പിണക്കത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചപ്പോൾ ക്ലാരിറ്റി കുറവായിരുന്നു, കാരണം ഇപ്പോൾ രാത്രി 7 മണിയായി. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഒരു 16 ഡിഗ്രി ഒക്കെയാണ് ടെമ്പറേച്ചർ കാണുന്നത്. നല്ലൊരു ഏരിയ ആണ് പറഞ്ഞാൽ. വലിയ തിക്കും തിരക്കൊന്നുമില്ല. വളരെ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. എനിവേ കൂടുതൽ കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം. ഞാൻ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് ബാക്കി വീഡിയോ. അതാ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ വരികയാണ്. അപ്പോൾ ഞങ്ങളിത് അവൻ്റെ കാറിലാണ് ഇന്ന് പോകുന്നത്. ഇനി എവിടേക്കാണ് പോകണമെന്ന് പറയാം കേട്ടോ വഴിയെ. അപ്പോൾ ഗൈസ്, ഇതാണ് പ്രസാദാണ് നമ്മുടെ കൂട്ടുകാരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മളെവിടേക്കാണ് പ്രസാദ് ഇപ്പോൾ പോണത്? നമ്മള് സിനിമ കാണാൻ. ഏത് സിനിമ? വാട്ടർ ഗാർഡൻസ് മിഷൻ ഇമ്പോസിബിൾ ലാസ്റ്റ് ചാപ്റ്റർ. അതെ, ഞങ്ങളപ്പോൾ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ പാർട്ട്, എന്താ പറയുക, നമ്മുടെ ടോം ക്രൂയിസിൻ്റെ ഫൈനൽ പാർട്ട് കാണാൻ പോവാണ്. കരിഞ്ഞ ടോം ക്രൂയിസിന്റെ മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ വേറെ പുതിയ പടം ടോം ക്രൂസ് ആണ് ഫ്രണ്ടില് തോന്നുന്നു. ഒരു ടോം ക്രൂയിസ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ പ്രസാദ് ഇത് ലൈക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലൂ ഇല്ല. പ്രസാദ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ വന്നിട്ട് ആദ്യം തന്നെ അടിച്ചു താഴ്ത്താനുള്ള പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് 2016 അതായത് 9 കൊല്ലം ആകുമ്പോൾ. ബ്ലൂ കാർഡോ അല്ലേ? ബ്ലൂ ലൈറ്റ് കാർഡ്. ബ്ലൂ ലൈറ്റ് കാർഡ്. അതെ, കേട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പറയാണ്. ലൈക്ക് ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ട് നമുക്കിവിടെ. ഇവിടെ ഉണ്ട്, അത് UK ഉണ്ട്. അപ്പൊ ആ കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ യൂട്യൂബിൽ. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എൻ്റെ ചാനലിൽ. ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെയും ഇതിൽ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ഇതില്ലേ, എന്താ പറയുക, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാർഡാണ്. അപ്പം നമുക്കതിന് ലൈക്ക് എനിക്ക് UK വെച്ച കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ അറിഞ്ഞിട്ട് ഇവിടെ ആ കാർഡ് ഉണ്ടെന്നുള്ള കേസ്. അപ്പം ഞാൻ UK ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ഇവിടെ ഇങ്ങനെ കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ പെർ ഇയർ ഒരു ചാർജ് ഉണ്ട് ആ കാർഡിന്, ലൈക്ക് ഒരു $5 വെച്ചിട്ട്. അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതായത് പർച്ചേസ് ചെയ്യുന്ന സെൻസ് കുറേ ഓഫർ ഉണ്ട് നമുക്ക് ആ കാർഡ് വെച്ചിട്ട്, 10 to 20% വരെ. അത് നമുക്ക് ഇൻസ്റ്റോറായിട്ടും പർച്ചേസ് ചെയ്യാം, ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ആ ബ്ലൂ ലൈറ്റ് കാർഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ഓഫേഴ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാം, അവിടെ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കാണിക്കും ലൈക്ക് എവിടെയൊക്കെയാണ് ഓഫർ ഉള്ളത്, എന്തൊക്കെ ഓഫറാണ്, എന്നവരെയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ലൈക്ക് ഇപ്പം നമ്മൾ ഇതൊക്കെ ഇല്ലേ, മറ്റേ അഡിഡാസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഓരോന്നിൽ ഇഷ്ടംപോലെ ഓഫറുകൾ. അത് ഇൻസ്റ്റോറാണെങ്കിൽ അവർ കാണിക്കും. അതിൽ നമ്മൾ ചെക്ക് ചെയ്തില്ല ഏതൊക്കെ ഷോപ്പിലാണ് ഓഫർ ഉള്ളത്. പിന്നെ ഇപ്പൊ ഈവൻ നമ്മുടെ ഖത്തർ എയർവേസ് ഇല്ലേ, അങ്ങനത്തെ ഫ്ലൈറ്റുകൾക്ക് പകരം അടക്കം ഓഫറുകളാണ്. മറ്റേ ഇതില്ലേ, നമ്മുടെ ഖന്താസ് എയർലൈൻസ്, അവർക്ക് ഓഫർ ഉണ്ട്. അങ്ങനെ കുറെ ഓഫറുകളൊക്കെ ആയിട്ട് ഒരു സംഭവമാണ് അത്. എന്താ പറയുക, നഴ്സുമാർക്ക് നല്ല ഹെൽപ്ഫുൾ ആയി. കാരണം നമുക്ക് ആകെ ഒരു എക്സ്പെൻസ് വരാന്ന് വെച്ചാൽ ഒരു $5 എക്സ്പെൻസ് നമുക്ക് ഇയർലി വരുന്നുള്ളൂ. ഫീ ആയിട്ട് അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം അത് വെച്ച് ഒരു $500 വരെ ലാഭിക്കാം മിനിമം, അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് നമ്മുടെ പ്രൊഫഷൻ, പിന്നെ നമ്മൾ ലൈക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ നമ്മുടെ ഒരു പ്രൂഫ് ചോദിക്കും. നമ്മളിപ്പോൾ ഉറപ്പ് വരുത്തണമല്ലോ അവർക്ക് നമ്മൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹോസ്പിറ്റലിൽ ഒരു പേ സ്ലിപ്പ് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, അവരത് അപ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു $10 ഫീസ് അറിയും, $9.99. അത് 2 വർഷത്തേക്കുള്ള ഫീസാണ്.
അപ്പോൾ 2 വർഷത്തേക്ക് പിന്നെ വേറെ പൈസ ഒന്നും വേണ്ട. പിന്നെ അവർ ഒരു 14 വർക്കിംഗ് ഡേയ്സിൽ അവർ നമുക്ക് അവരുടെ ഇത് എന്താ പറയുക ഹാർഡ് കോപ്പി പോലെ ഒരു ഇത് ഒറിജിനൽ ഒരു കാർഡ് അയച്ചു തരും ബ്ലൂ ലൈറ്റിൻ്റെ. പിന്നെ നമുക്കത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കിയോളൂ സംഭവം കേട്ടോ. പ്രസാദ്, എനിക്ക് ലൈക്ക് കഴിഞ്ഞ ദിവസം സാലറി വന്നായിരുന്നേ, അപ്പം നൈറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നമുക്കൊരു ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടായില്ല സാലറിയിൽ, അപ്പം നല്ലൊരു പേ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ സാലറി വന്നപ്പോൾ പേ ഉണ്ട്, നല്ല പേ ഉണ്ട്, ഹാപ്പിയാണ്. പക്ഷേ പേ ടോട്ടൽ ഗ്രോസ് വന്നത് 5,300 ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ഒരു 2 ആഴ്ചക്ക് ടാക്സ് കട്ടായത് 1,600 സംതിങ്. എന്നിട്ട് എത്രയാണ് 3,700. അതിൽ ഓവർ ടൈം ഒന്നുമില്ല, ബാക്ക് പേയും ഇല്ല. നമുക്ക് ജസ്റ്റ് എന്താ പറയുക നൈറ്റ് അലവൻസ്, സാറ്റർഡേ സൺഡേ അലവൻസ്, അത്ര കാര്യങ്ങൾ മാത്രം. വേറെ ഒന്നും അതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തു. 8 നൈറ്റ് 2 ആഴ്ചയിൽ. നല്ല പേ ആണ്, പക്ഷെ എന്നാലും നമുക്ക് അത്രയും ടാക്സ് ഒക്കെ പോകുമ്പോൾ നമുക്കൊരു വിഷമം, ഇത്രയും ടാക്സ് പോയല്ലോ. ടാക്സ് നിങ്ങൾ സമ്പാദിക്കുന്നതിനനുസരിച്ചാണ് ടാക്സ്. ഇപ്പോൾ നീ 100,000 ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സായ 35% പോകും. ഇപ്പോൾ 125 മേലെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് 37% ആവും. പിന്നെ 45% വരെ ആവും 200 മേലെ. അതിന് ഓരോ ബ്രാക്കറ്റ് ഉണ്ട്, ടാക്സ് ബ്രാക്കറ്റ്, അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ നമ്മൾ ടാക്സ് പോകുന്നതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കൂടുതൽ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിനർത്ഥം നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ടാക്സ് കുറച്ച് കൊടുത്താൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടാക്സ് കൊടുക്കുള്ളൂ, അതേ ഉള്ളൂ ടാക്സിൻ്റെ. അങ്ങനെ സമാധാനിക്കാം അല്ലേ? അല്ലാണ്ട് എന്നിട്ട് ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നതുകൊണ്ട് കൂടുതൽ ടാക്സ് കൊടുക്കുന്നു. എവിടെ വരുന്ന വഴി മാൻ? ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. എവിടെ? വീട്ടിലായിരിക്കില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഒന്ന് ഒരുങ്ങി ഇറങ്ങോ? മിഷൻ ഇമ്പോസിബിൾ ആകെ 1 മണിക്കൂർ. നേരത്തിനും കാലത്തിനും എത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സംഭവം ഇങ്ങോട്ട് ടിക്കറ്റ് ഇങ്ങോട്ട് അയച്ചു തന്നെ കേട്ടോ. ഞങ്ങളത് അതിൽ കയറി ഞങ്ങളങ്ങ് കണ്ടോളാം. ടിക്കറ്റ് അങ്ങനെ അയച്ചു തന്നിട്ട് എന്താ കാര്യം? അതിൽ ബാർകോഡ് വലിയ ഒന്നും ഇല്ലാണ്ട്. ബാർകോഡൊക്കെ ഉണ്ട്, കണ്ണു കാണൂലേ? കണ്ണടിച്ചു പോയോ? ബാർകോഡ് ഉണ്ട്, അതൊന്നും നോക്കാൻ സമയമില്ല ഞങ്ങൾക്ക്. നമ്മുടെ ഫ്രണ്ടാണ്, നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. പേരെന്ന് പറഞ്ഞേ? പേര് പ്രസാദ്. പ്രസാദ്. വീട് എവിടെയാ? വീട് എവിടുത്തെ വീട്? ആർക്കറിയട്ടെ? നാട്ടിൽ കോഴിക്കോട്. കോഴിക്കോട്. പുള്ളിയുടെ ഫാമിലി ആയിട്ട് എവിടെയാണ്? വൈഫും ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രസാദ് നഴ്സാണ്. വൈഫിന്റെ വീട് വൈഫ് തലശ്ശേരി കണ്ണൂര്. പിന്നെ 2 പിള്ളേരുണ്ട് പ്രസാദിന്. അപ്പോൾ നമ്മളിന്ന് സിനിമ കാണാൻ പോണത് ഇവിടെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ, ഞങ്ങളിവിടെ വെസ്റ്റ് സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ വാട്ടർ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട്. അതിൻ്റെ അകത്ത് ഹോയ്റ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു തിയേറ്റർ ആണ്, അവിടെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഞങ്ങൾ സാധാരണ ഇവിടെ സൺഷൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വില്ലേജ് സിനിമാസിലാണ് പോകാറ്. പക്ഷെ അവിടുത്തെ സീറ്റിംഗ് ഒന്നും വലിയ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇതിപ്പോൾ മിഷൻ ഇമ്പോസിബിൾ അല്ല. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്ത് തകർത്ത് കാണാം എന്നൊക്കെ കരുതിയിട്ട് റിക്ലൈനറുള്ള സീറ്റിംഗ് ഒക്കെ എടുത്ത് തപ്പി പോണതാണ്. എനിവേ പോയിട്ട് കണ്ടിട്ട് നോക്കിയിട്ട് പറയാം സിനിമ എങ്ങനെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്, നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രസാദ് കേട്ടോ. നേരത്തെ ഇരുട്ടായതുകൊണ്ട് വരികയ്ക്ക് മുഖമൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ പുള്ളി ഞാനൊക്കെ അടുത്തടുത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ഡയാലിസിസ് നേഴ്സാണ്, വൈഫും ഡയാലിസിസ് നേഴ്സ്. ഇങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വഴി അറിയാം. പ്രസാദിനെ വെച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ, കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട്. നമ്മളെ മാളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം സിനിമാ തിയേറ്ററിലേക്ക് കയറാനായിട്ട് കേട്ടോ. ഇത് ആണ് വാട്ടർ ഗാർഡൻസ്. ഇവിടെ അടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്ക്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഒരു 4-5 ഫ്രണ്ട്സും കൂടി വരാനായിട്ട്, അപ്പോൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ആക്ച്വലി വേറെ എവിടെയോ തെറ്റിപ്പോയി പാർക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. എവിടെയൊരു അവര് മോളിനകത്ത്. അടിപൊളി. അപ്പോൾ ഇത് നമ്മുടെ വേറെ 2 ഫ്രണ്ട്സാണ്. കിരൺ ഹായ്. എവിടെ ബാക്കിയുള്ളവരോട് പോയി? എല്ലാവർക്കും നല്ല തണുപ്പായതുകൊണ്ട് ഒരു കോഫി കുടിക്കാനൊരു പൂതി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നടത്താണ്. അവരപ്പോൾ വേറെ സ്ഥലത്തു നിന്നാണ് അവരെ
എന്തെങ്കിലും പറയൂ സാർ. നല്ലൊരു കോഫി കോഫി കുടിച്ചിട്ടോ? ഇത് ചൂടാക്കിയിട്ട് വർത്തണം. ടോം ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, ചങ്ങനാശ്ശേരിക്കാരൻ ടോം. ചങ്ങനാശ്ശേരി അല്ലടാ? അതെ, വേറെ ചങ്ങനാശ്ശേരിക്കാരനും കൂടെ വരണ്ടല്ലേ? ഞാൻ നിങ്ങളെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ട്. സ്റ്റുഡൻറ് വിസേനെ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഐസ്ക്രീംസ്. പ്രസാദായിട്ട് എന്തായി? അവിടെ ഒരു മക്ഡി ഉണ്ട്, പക്ഷെ അത് അടച്ചു, എല്ലാം അടച്ചു. ഇത് ഫുഡ് കോർട്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം മെയിനായിട്ട്. ഈ ഒരു നേരത്തേക്കും ഷോപ്പുകളൊക്കെ അടച്ച ആൾക്കാർ വീട്ടിൽ പോകും. 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും. അതിപ്പോൾ യു കെയിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാ. നമ്മുടെ കൂടെ ഇപ്പോൾ 2 പേരും കൂടി വന്നിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? ആഞ്ചലോ, അഖിൽ. ഇവർ 2 പേരും കൂടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. നമുക്ക് ഇവരൊക്കെ വെച്ച് താമസിക്കാതൊരു വീഡിയോ ചെയ്യാം. ഇവരെ സ്റ്റുഡൻറ് വിസയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ചെക്കന്മാർക്ക് കുറച്ച് നാണാന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ഇവനൊന്ന് നോക്കി വെച്ചോട്ടാ. ഞങ്ങളിപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് കയറാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെയാണ്, എല്ലാവരും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സിനിമ തിയേറ്ററിൻ്റെ വ്യൂ. അപ്പോൾ എല്ലാവരും മൂവി കാണാൻ റെഡി അല്ലേ? ആഘോഷിക്കല്ലേ? കിരൺ സാർ തകർക്കല്ലേ? ഓക്കെ, അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഇപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ സ്ക്രീനിങ് ഒക്കെ കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, റിക്ലൈനർ കിടന്ന് സെറ്റപ്പായിട്ട് ഞങ്ങളിവിടെ ഏറ്റവും പുറകിലാണ്. തൊട്ട് കൂടുതൽ സ്ക്രീൻ. 2 പേര് ഇവിടെ എൻ്റെ പുറത്തിരിക്കുന്നുണ്ട്. പ്രസാദ്, കിരൺ. അപ്പോൾ ശരി, സിനിമ തുടങ്ങാറായി. ഇനിയിപ്പോൾ പിന്നെ കാണാം. ബൈ. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. രാത്രി ഇപ്പോൾ എത്രയോ 11:15 ആയി സമയം. നല്ല തണുപ്പുണ്ട്. പ്രസാദ്, പടം എങ്ങനെയുണ്ടായി? പടം അടിപൊളി പടം. ചെക്കൻ 62ാമത്തെ വയസ്സിൽ കാണിച്ചു കൂട്ടിയത് നമ്മളെ കൊണ്ട്. നമ്മളൊക്കെ 62ാമത്തെ വയസ്സിൽ വല്ല കുറ്റി കോലി പിടിച്ചടക്കുന്നുണ്ടാവും. എനിവേ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസും പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം റോമിംഗ് റിപ്പോർട്ട്സ്. ബൈ.